ഹായ് ഗൈസ്, ഞങ്ങൾക്ക് ഇന്ന് നല്ല മഴയായതുകൊണ്ട് ഞങ്ങൾക്ക് കളക്ടർ അവധി തന്നിരിക്കുവാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു മഴയായിട്ട് നല്ല ചൂടുള്ളിവടെയും നല്ല ചായ എന്താ ഒരു രസം. പക്ഷെ കടയിൽ പോയി കഴിക്കാൻ ഒരു മൂടില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് നല്ല ചൂടുള്ളിവട ഉണ്ടാക്കിയാലോ. അപ്പോൾ എങ്ങനെ നമുക്ക് ഉള്ളിവട ഉണ്ടാക്കിയാലോ. പിന്നെ നിങ്ങൾ വിചാരിക്കും ഉള്ളിവട ഉണ്ടാക്കാൻ പറ്റിയ വേഷത്തിലാണ് ഞാൻ നിൽക്കുന്നത്. പക്ഷേ ഞാൻ പുറത്ത് പോയിട്ട് വന്നേ ഉള്ളൂ. ഞാനും എൻ്റെ ഫ്രണ്ട്സ് കൂടെ മന്തി കഴിക്കാൻ പോയിട്ട് ഇപ്പോൾ അങ്ങോട്ട് വന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ വേഷത്തിൽ നിൽക്കുന്നത്. അതുകൊണ്ട് അപ്പം ഇനി ഡ്രസ്സ് മാറിയിട്ട് നമുക്ക് ഉള്ളിവട ഉണ്ടാക്കാം. ഓക്കെ, ഡ്രസ്സൊന്നും മാറണ്ട, ഇതിട്ടോ ഞാൻ ഇതിലൊക്കെ മഞ്ഞ കളറാവും. അപ്പം ഡ്രസ്സ് മാറിയിട്ട് ഉള്ളിവട ഉണ്ടാക്കാം. നല്ല മുരിമുരാന്നുള്ള ഉള്ളിവട. സക്സസ് ആവുമെന്ന് അറിയത്തില്ല, എന്നാലും നമുക്ക് ട്രൈ ചെയ്യാം. നമ്മുടെ പഴംപൊരി കൂട്ടാവുമോ? അതുകൊണ്ട് നമുക്ക് പഴംപൊരി നല്ല ആയില്ലേ, അതുകൊണ്ട് നമ്മൾ ഇനി അങ്ങ് കണ്ടിന്യൂ അതുപോലത്തെ അങ്ങ് വീഡിയോ ചെയ്യാം. ഒരെണ്ണം സക്സസ് ആയാൽ പിന്നെ എല്ലാം അങ്ങ് സക്സസ് ആകുമെന്നാണല്ലോ നമ്മുടെ ഒരു വിചാരം. അതുകൊണ്ട് നമുക്ക് ഉള്ളിവട ഉണ്ടാക്കാം, നല്ല മുറിഞ്ഞുള്ളിവട. കമോൺ ഗൈസ്. കടയിൽ വാങ്ങിച്ചേ സബ്സ്ക്രൈബർ. അതെ, എന്റെ കൃഷ്ണ എന്നെ ഈ പുറത്തെ നിഴലേ പോലെ നല്ല ഡ്രസ് പോലെയല്ല. ഞാനില്ല പാണ്ടി വരുന്നത് ഇതൊക്കെ അകത്തുള്ളതെല്ലാം കാണുന്നു. ഇതല്ലേ ഇടത്തേ ഇല്ല, ഇതാണ് കഷ്ടമുണ്ട്. ഇതല്ലേ കഷ്ടമുണ്ട്. ഞാൻ വേണേ അടിപൊളിയായിട്ട് ഒരുക്കിയൊക്കെ വരാം. ഇതെല്ലാം എടുത്തിടാൻ വേണ്ടി ഞാൻ അല്ലയോ ഇവിടെ ഫ്രഷ് പാല് വേണമെങ്കിൽ നിങ്ങൾ ആശാരിയെ സമീപിക്കുക വീട്ടിൽ നിന്ന്. നാളെ എടുക്കാം. ഇല്ല, കാണാൻ പറ്റത്തില്ല, ഗേറ്റ് ഉള്ളതുകൊണ്ട് ഇങ്ങനെ മറവല്ലേ. അതെ, ഒട്ടും കാണത്തില്ല. ആര് പറഞ്ഞു അനന്തോ അല്ലായിരിക്കണം ആള്? അനന്തോ ഇല്ലടാ, അനന്തോടാ കളി. എനിക്കറിയാം എല്ലാം കാണുമ്പോ. മനസ്സിലായി? ഞാൻ ഇതില് പല്ല് 2 രൂപ വെച്ചൊക്കെ വേണേ. പല്ല് വെച്ച് അതൊന്നും ഇല്ലാന്ന് പറഞ്ഞത് ആൾക്കാരറിയും. ഇതെല്ലാം അതിനകത്ത് പിടിക്കുകയല്ലേ വീഡിയോ ഇറങ്ങുമ്പോ അതിനകത്ത് ആശാരിയെ കാണാം. വീഡിയോ നാളെ വരുമ്പോ ഇതിനേക്കാളും ബ്യൂട്ടിഫുൾ ആയിട്ട് വരാന്ന് പറഞ്ഞു. കൊറേ നേരമായിട്ട് ഉള്ളിവട ഉണ്ടാക്കാൻ പോകാം. നമുക്ക് ഉള്ളിവട ഉണ്ടാക്കാം. സമ്മതിക്കുന്നില്ല. അപ്പൊ നമുക്ക് ഉള്ളിവട ഉണ്ടാക്കാം. ഡ്രസ്സ് പോയി മാറട്ടെ. വിളിച്ചോട്ട് വന്നതാ. അമ്മയുടെ പുല്ലെന്തിനാ? അമ്മയുടെ പുല്ലെന്തിനാണ്? അമ്മയ്ക്ക് പുല്ലെന്തിനാ? പുല്ല് കോഴിക്ക് കൊടുക്കാം. അമ്മയുടെ പ്രിയപ്പെട്ട സഖിക്ക് കൊടുക്കാനാണ്. അതെ, അമ്മയുടെ അങ്ങനൊന്നും പറയാതെ സഖിക്ക് കൊടുക്കാം. അതാ പറഞ്ഞ കോടി എന്തൊക്കെ കേക്കണം. കോഴിക്ക് കൊടുക്കാൻ പുല്ലെടുക്കുന്ന ചെടിച്ചട്ടിക്കാത്ത ഉള്ളിവട ഉണ്ടാക്കണ്ടായോ? മൊത്തം കറങ്ങുന്ന യാതൊരു കുഴപ്പമില്ല. അവളിപ്പൊ വീട്ടിലോട്ട് കയറുമ്പോ അവൾക്ക് സർവത്ര വേദന. ഇങ്ങോട്ട് നോക്കി പറ. ഇത് കണ്ടോ ഗൈസ്, എന്റെ കാല് നീര് വെച്ചേക്കുന്നത് കണ്ടു. ഇന്നലെ ഞാൻ സ്റ്റെപ്പ് ചെയ്തുണ്ട് കോളേജിൽ, അതുകൊണ്ട് കാല് നീര് വെച്ച്. ഇന്നലെ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. പക്ഷെ എനിക്ക് നടക്കുന്നതിന് കുഴപ്പമില്ല, ഇരുന്നിട്ടങ്ങോട്ട് എണീക്കുമ്പോഴാ നടക്കാൻ വയ്യ. ശരിയാ. അപ്പൊ കൊറേ യുദ്ധത്തിന് ശേഷം നമ്മൾ ഉള്ളിവട ഉണ്ടാക്കാൻ വന്നു. ശരി പറഞ്ഞ് ഇവിടെ ഇങ്ങനെ ഉള്ളി വെച്ചാൽ കണ്ണ് നിർത്തുന്നത്. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാവേ. പക്ഷെ അറിയാൻ പറ്റുന്നില്ല. എടി കൊച്ചുള്ളി ആയിരിക്കും ചെറുതായിട്ട് വെക്കുമ്പോ വെക്കാൻ പറഞ്ഞത്. എല്ലാ ഉള്ളി നമുക്ക് ഇങ്ങനെ ഇല്ല, സത്യത്തിൽ നീറുന്നില്ല. ഇപ്പൊ നീറുന്നുണ്ട്. നമ്മൾ ഒരു ഉള്ളി പൊളിച്ചു കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ഉള്ളി പൊളിച്ച് എല്ലാ ഉള്ളിയൊക്കെ പൊളിച്ചു വെക്കായിരുന്നല്ലേ. അപ്പൊ പിന്നെ കണ്ണു നിറന്ന് ആശാരി ട്രിക്ക് കൊള്ളത്തില്ല. കണ്ണാടി വെച്ചാലേ കണ്ണ് നിറുമണ്ട. എന്നാലും ഇത്രയും നീളത്തില്ല. ആ തെറിച്ചു നിങ്ങൾക്ക് ഒരു ഇത് കാണിച്ചു തരാം. ഞാനേ കണ്ണടച്ചോണ്ട് കണ്ണടച്ചത് ഇനി എന്നിട്ട് വേണം കണ്ണൂറി. പക്ഷെ കൈ കണ്ണു പറഞ്ഞത് കൈ മുറിയാൻ.
കണ്ണ് നോക്കി വാസോണനായിരുന്നു. ഇതിന്റെ അതോട് പാത്രത്തിലോട്ട് ഇടാവേ. കടലമാവ് എടുത്തുണ്ടോ ഇപ്പൊ? അതോ ഇനി പച്ചമുളക് അരിയണം. ഇഞ്ചി വേണം, ഇഞ്ചി ഇഞ്ചി വേണം. ഇനി നമുക്ക് ഇഞ്ചി അരിയാൻ കേട്ടോ. ഇഞ്ചി വേണം ഇതിനകത്ത്. നമുക്ക് ഇഞ്ചി കുനുകുനാന്ന് അരിയാം. ഇനി നമുക്ക് കുറച്ച് കടലമാവ് ഇടാം. ഇത്ര മതിയല്ലോ. ഇത് ക്രിസ്പിനെസ്സിന് വേണ്ടി നമുക്ക് കുറച്ച് അരിപ്പൊടി ഇടാം. അരിപ്പൊടി 1 സ്പൂൺ ഇടാം. 1 സ്പൂൺ മതിയാ? എനിക്കറിയത്തില്ല. 1.5 സ്പൂൺ. കുറച്ച് മതി. അത്ര ഇട്ടു ക്രിസ്പിനെസ്സിന് വേണ്ടി. പിന്നെ നമുക്ക് അത്യാവശ്യം നമ്മുടെ ഹെർബലായ കുറച്ച് കറിവേപ്പില ഇടാം. ഇപ്പൊ ഉള്ളിയുടെ ഇപ്പൊ കുളമായതിനെ ഉപ്പിടാൻ മറന്നുപോയി. ഇത്ര ഉപ്പിട്ട് കളറിന് നമുക്ക് കുറച്ച് മുളക് പൊടി ഇട്ടാലോ. ചില്ലി പൗഡർ ഇതിനകത്ത് എരിവുള്ളതുകൊണ്ട് നമുക്ക് കുറച്ച് വെള്ളമുണ്ട്. വെള്ളം ഇതിനകത്ത് ഇങ്ങനെ ഒഴിക്കുക. അത്രേ മതി. ഇനി കൈ കൊണ്ടാണ് നമ്മൾ ഇളക്കുന്നേ. ഇല്ലെങ്കിൽ ഇതിന്റെ കൺസിസ്റ്റൻസി നമുക്ക് അറിയില്ല. വെള്ളം കൂടി പോയി ഗൈസ്. നമുക്ക് വെള്ളം കൂടി എല്ലാം കൂടെ ഒഴിക്കണ കുറച്ച് ഒഴിച്ചാൽ മതി. ഞാൻ പറഞ്ഞില്ലേ, കുഴപ്പമില്ല. നമുക്ക് കുറച്ച് കടലമാവ്. സൂപ്പർ. കൊളവാക്കി ഇതിനകത്ത് ഉള്ളി കൂടുതൽ, അതുകൊണ്ട് നമുക്ക് കുറച്ച് കടലമാവ് ഇടാം. കൊളവാക്കി ഗൈസ്. ഇവള് കൊളവാക്കി. ചുമ്മാ ഇത്രയും വെള്ളം ഒരുമിച്ച് ഏതെങ്കിലും വരുത്തി ഒഴിക്കുവോ? ഞാൻ വെച്ചില്ല. ഇപ്പൊ ഇതിനകത്ത് ഇച്ചിരി ഇതിന് ഒരു 5 മിനിറ്റ്സ് റെസ്റ്റ്. അതിനൊരു റെസ്റ്റ് കൊടുക്കാം നമുക്ക്. അതെല്ലാം ഉള്ളിക്കകത്തോട്ട് പിടിക്കാൻ വേണ്ടി. ഗൈസ് നമ്മൾ പാന് ചൂടാക്കാൻ വെച്ചു. ഇനി നമുക്ക് ഇതിലോട്ട് ചൂടായ പാനിലേക്ക് നമുക്ക് എണ്ണ ഒഴിക്കാം. കുറച്ച് ഒഴിക്കാൻ മതിയേ. നമ്മൾ എണ്ണ ഒഴിച്ചു ഗൈസ്. നമുക്ക് ഇത് എണ്ണ മാറ്റി വെക്കാം. ചൂടാകാൻ നിൽക്കുന്ന ടൈമിൽ നമുക്ക് ഇതൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. യോജിപ്പിച്ചല്ലേ, ഇളക്കി കൊടുക്കാം. യോജിപ്പിച്ച് ഇളക്കി രണ്ടാ. ശരിയാ കേട്ടോ, ശരിയാ. ബുദ്ധിയുണ്ടല്ലോ. അങ്ങനെ നമ്മുടെ ഉള്ളിവട കണ്ടോ എല്ലാം പെരണ്ട് ഉള്ളിയൊക്കെ ഇങ്ങനെ ക്രിസ്പി ഒക്കെ മറിഞ്ഞ് ചൊങ്ങി. മനസ്സിലായോ? അതെ, എന്തോ നമുക്ക് തന്നെ അറിയത്തില്ല ചില സമയത്ത്. അമ്മേ മതിയേ. ഇട നമുക്ക് ഇതിനകത്തോട്ട് ഉള്ളിവട ഇടാം. ചൂടാവട്ടെ എണ്ണ. ചൂടായി ഇല്ല. കണ്ടോണേ ചൂടായ. ഒരുമാതിരി ഇരിക്കും. ചൂടായി കേട്ടോ. കേട്ടോ ഇപ്പൊ ചൂടായി കേട്ടോ. അങ്ങനെ ചൂടായ എണ്ണ ഇല്ലെങ്കിൽ കണക്ട് ആയി പോകുന്നത്. അപ്പോൾ ഇതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും. ഓക്കെ ഗൈസ്. ഇന്ന് ഞങ്ങളുടെ അച്ഛൻ വന്നു വ്ളോഗിനകത്ത്. ഞങ്ങൾ എന്തുണ്ടാക്കിയാലും ഞങ്ങളുടെ അച്ഛനെ കാണിക്കണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധമാണ്. ഹലോ ഗൈസ്. ഇന്ന് ഉള്ളിവട. ഉള്ളിക്കകത്ത് ഉള്ളി, മുളക്, കടലമാവ്, ഇഞ്ചി, കടലമാവ്, ഇഞ്ചി, ഉപ്പ്, മുളക് പൊടി, അരിപ്പൊടി. പിന്നെല്ലാ കടലമാവ് വെച്ചല്ലേ ഉള്ളിവട ഉണ്ടാക്കുന്ന മണ്ട. ഉള്ളി ബജ്ജി. അപ്പോൾ എന്താണ് ഇന്നത്തെ പ്രോഗ്രാം? ഇന്ന് ഞാൻ അമ്മയുടെ കൊണ്ട് കൊടുക്കട്ടെ, ഭാര്യയും ഭർത്താവോട് സംസാരിക്കട്ടെ. അങ്ങനെ നമ്മുടെ ഉള്ളിവട ഇതിന്റെ അകത്തോട്ട് മാറ്റാം. സക്സസ് ആയോ ഇല്ലയോ നമുക്ക് തിന്നു നോക്കിയിട്ട് പറയാം കേട്ടോ. കൊള്ളായിരിക്കും അല്ലേ? കൊറേ എനിക്ക് എണ്ണ പോരട്ടെ. എന്നിട്ട് വേണമെങ്കിൽ ഫ്രിഡ്ജ് വെച്ചു നാളെ ഉണ്ടാക്കാം. ഗൈസ് ഞങ്ങൾ കൊള്ളത്തില്ലെന്ന് വിചാരിച്ച കേട്ടോ, പക്ഷെ കൊള്ളാം ഗൈസ്.
നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ്. അപ്പൊ നമ്മുടെ ഉള്ളിവടയും സക്സസ് ആയി ഗൈസ്. നമുക്ക് ചായയോടെ കഴിക്കാം. ഇനി നമുക്ക് ചായയും കൂടെ എടുക്കാം കേട്ടോ. നമ്മളൊരു 2 ട്രിപ്പും കൂടെ, ഇനി ഒരു ട്രിപ്പും കൂടെ ഇതിട്ടിട്ടുണ്ട്, ഉള്ളിവട ഇട്ടിട്ടുണ്ട്. പക്ഷെ അത് കൊള്ളത്തില്ലെന്ന് വിചാരിച്ച് ഓർമ്മ ഇട്ടത്. പക്ഷെ കൊള്ളാം ഗൈസ്. അനുസരിച്ച് ഉണ്ടാക്കുന്നതെല്ലാം കൊള്ളാം. അനുവിന്റെ ഉള്ളിവട എങ്ങനെ ഉണ്ടമ്മേ? നല്ലതായിട്ടുണ്ടോ? അതെ, നല്ലതായിട്ടുണ്ട്. നല്ലതായിട്ടുണ്ട് ഗൈസ്, നല്ലതായിട്ടുണ്ട്. ഹരികുമാർ കുറച്ച് ചായയും ഉള്ളിവടയും തരട്ടെ? വേണ്ട, വയറ് നിറഞ്ഞിരിക്കുക. അതെന്താ? ഞാനിപ്പം പരിപ്പുവടയും ചായയും കഴിക്കും. എപ്പോ? അയ്യോ ചുമ്മാ തള്ളാങ്ങ് തള്ളി ഹരികുമാർ. ഭാര്യയും ഭർത്താവ് ഇങ്ങനെ ചേർത്ത് പിടിച്ചു. ഇവർ തമ്മിൽ ലവ് ആണോ? ആണോ അമ്മേ? നിങ്ങൾ തമ്മിൽ ലവ് ആണോ? അപ്പൊ ഗൈസ്, ഇന്നത്തെ ഉള്ളിവട പ്ലസ് ചായ, ഞങ്ങൾ 3 പേരും കൂടെ വിലയിന്ന് പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ടിരുന്ന് ചായയും നല്ല ചൂട് ഉള്ളിവടയും കഴിക്കുകയാണ് ഗൈസ്. ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. ബൈ ഗൈസ്. ബൈ പറ. ബൈ ബൈ. ബൈ ബൈ ഗൈസ്. അപ്പൊ ഞങ്ങൾ ഉള്ളിവട കഴിക്കട്ടെ. ബൈ.